നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ധ്യാൻ ശ്രീനിവാസൻ്റെ പുതിയൊരു ചിത്രം. ധ്യാൻ ശ്രീനിവാസൻ്റെ ചിത്രം എന്ന് ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നെറ്റി ചുളിയാറുണ്ട്. ഒരു ബോംബിൻ്റെ ഒച്ച കേൾക്കാറുണ്ട്. ഇതെന്തിനാണ് കാണാൻ പോകുമെന്നുള്ള ചോദ്യം, അല്ല ഇത് ആരാണ് പോയി കാണുന്നതെന്നുള്ള ചോദ്യം വരും. ആരും ട്രെയിലറൊന്നും കാണാറില്ല. തിയേറ്ററിൽ വന്നാലും കാണാറുണ്ട്. ഇൻ്റർവ്യൂ കാണാറുണ്ട്, ഓഫ് കോഴ്സ് ഇൻ്റർവ്യൂ കാണാറുണ്ട്. എന്നാലും പുള്ളിയുടെ ട്രെയിലർ ഒരു പുതിയ പടം വരുന്നുണ്ട്, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വലിയ എന്തോ സംഭവങ്ങളാണ്. അവർ നല്ല പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അച്ഛൻ എന്തിനാ കോക്കാച്ചിന്ന് കേട്ടപ്പോ പേടിച്ചത്? അപ്പൊ ശരിക്കും ഈ കോക്കാച്ചി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലേ? ഉണ്ട്. ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഈ ചെറിയ ചെറിയ തേങ്ങാമോഷണവും അതിട്ട് തർക്കവും തീർക്കലും മാത്രമല്ലല്ലോ ഉജ്ജ്വലം ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒരാളുമായിട്ടേ ഉജ്ജ്വലം വിളിക്കോ? ഒരു ചുവട് നമ്മുടെ മുമ്പിലാണെങ്കിൽ അടുത്ത രണ്ട് ചുവട് നമ്മുടെ പുറകിലായിരിക്കും. അത് കണ്ടുപിടിക്കുന്നവരെ ഈ നാട്ടിലുള്ള എല്ലാവരും തന്നെ എന്റെ മുന്നിൽ സസ്പെക്റ്റാണ്. മൂർച്ചയുള്ള കത്തിയും കൈകളിലേന്തി അവൻ അടുത്തേക്ക് വരുന്നു. പിന്നെ ചോരയിലെ കുളിച്ചു കിടക്കുന്ന മേരുടെ ശവശരീരം. ഈ മണ്ഡപം പറഞ്ഞ പൊട്ടനായ സാറ് വിശ്വസിക്കാമോ? I think he has lost his touch. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നിടത്ത് അവനെത്താൻ അവനിനി ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ആരാണെന്ന് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് നിനക്ക് മാത്രമായിരിക്കും. രസമുണ്ട്, സംഭവം രസമുണ്ട്. ഓക്കെ, ഇത് മറ്റേ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്, ഇവരാണ് മിന്നൽ മുരളി പിന്നെ അങ്ങനത്തെ 2-3 പടങ്ങളൊക്കെ ചെയ്തത്. അത്യാവശ്യം ഓടിയ വലിയ ഹിറ്റ് പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ് സോഫിയ പോൾ. അപ്പം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ നല്ല സംഭവം ഉണ്ടാവും, നല്ല സ്ക്രിപ്റ്റ് ആയതുകൊണ്ടായിരിക്കും അവർ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു സംഭവം. അതായത് പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ വിശ്വസിച്ച് നമുക്ക് സിനിമ കാണാൻ പറ്റും എന്നുള്ളൊരു ഇത്. ഓഫ് കോഴ്സ് ധ്യാൻ ശ്രീനിവാസനെ വിശ്വസിച്ചാലും സിനിമ കാണില്ല, 100% ഉറപ്പുള്ള കാര്യമാണ്. അത് പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും പ്രൊഡ്യൂസറിനെ വിശ്വസിച്ച് നമുക്ക് ഈ സിനിമ കാണാൻ കാര്യം അവർ ഒരുപാട് ക്വാളിറ്റി സിനിമകൾ മലയാള സിനിമയിൽ കൊടുത്തിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ്. എങ്ങനെ തന്നെ പുതിയ ജനറേഷൻ പ്രൊഡ്യൂസേഴ്സാണ് അവർ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വിശ്വസിക്കാം. പിന്നെ ടെക്നിക്കലി കളർ ഗ്രേഡിങ്ങും സിനിമോട്ടോഗ്രാഫിയും അങ്ങനെ സംഭവങ്ങളൊക്കെ രസമുണ്ട്. പിന്നെ എനിക്ക് ഇതൊരു 90s അല്ലെങ്കിൽ കാസറ്റൊക്കെ ഇട്ട് കാണുന്ന സമയത്തെ സിനിമയാണ്. അങ്ങനത്തെ കുറേ വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു 90s ടൈമിലെ സിനിമ, ആ സമയത്ത് കഥയായിരിക്കും പറയാം. കാര്യം എൻ്റെ അതിൽ ധ്യാൻ ശ്രീനിവാസൻ വോക്ക്മാനൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം ആ സമയത്തൊരു കഥയായിരിക്കാം. ഒരു ഗ്രാമത്തിലെ റിപ്പറിനെ പോലുള്ള ഒരു ആൾ വരുന്നതും അയാൾ നടത്തുന്ന കൊലപാതകവും അത് പിന്നെ മറ്റൊരാൾ അന്വേഷിക്കുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ വരുമ്പോൾ പുള്ളിയെ കൊണ്ട് പറ്റാതെ വരുമ്പോൾ മേ ബി ധ്യാൻ ശ്രീനിവാസൻ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ പുള്ളി പാരലായിട്ട് അന്വേഷിക്കുന്നു. അങ്ങനത്തെ ഡിറ്റക്റ്റീവ് പരിപാടിയൊക്കെ ആയിരിക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഡിറ്റക്റ്റീവ് പരിപാടിയൊക്കെ എഴുതണം. അതൊന്നും നടന്നില്ല. എന്നാലും ഇങ്ങനെ കാണാൻ സാധിച്ചു. ഒരു ഗ്രാമത്തിലൊരു ഡിറ്റക്റ്റീവ്, എനിക്ക് ഒരു ആഗ്രഹമുള്ള സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, സംബഡി മേഡ് ഇറ്റ്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നല്ലതാണെങ്കിൽ അടിപൊളിയായിരിക്കും. എനിക്ക് കാണണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. കാണുന്നേ. ഓക്കെ ഗൈസ്, ബൈ ഗൈസ്, ടേക്ക് കെയർ.